അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരമായിട്ടുള്ള ബോസ്റ്റൺ അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. ഡ്യൂട്ടിക്കിടയിൽ ആ പോലീസുകാരന്റെ കിടിലൻ ജഗ്ലിംഗ്. ഫുട്ബോൾ ആരാധകരുടെ കൈയടിയും സ്നേഹമൊക്കെ ഏറ്റുവാങ്ങിയാണ് ആ പോലീസുകാരൻ മടങ്ങിയത്. ഇപ്പോൾ എന്നാലും ഈ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ലോകവിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഫുട്ബോളത്തിലേക്ക് ഒരിക്കൽ കൂടി. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട മത്സരങ്ങളിലേക്ക് തന്നെ നമ്മൾ നേരിട്ട് പോയാൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയാണ് ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങുന്നത്. അല്പസമയത്തിനകം കന്നി ലോകകപ്പ് കളിക്കുന്ന കുറസോയെ ഏറ്റുമുട്ടും. 10:30-ക്കാണ് മത്സരം. ഹൂസ്റ്റണിൽ പോരാട്ടം നടക്കും. ഇനി പുലർച്ചെ 1:30-ക്ക് നെതർലൻഡ്സ് ഏഷ്യൻ കരുത്തരായ ജപ്പാനുമായി ഏറ്റുമുട്ടും. അതിനുശേഷം 4:30-ക്ക് നടക്കുന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റ് ഇക്വഡോറിനെ നേരിടും. 4:30-നാണ് ഐവറി കോസ്റ്റ് ഇക്വഡോർ പോരാട്ടം. 7:30-നും നാളെ മത്സരമുണ്ട്. രാവിലെ അവിടെ സ്വീഡനും ട്യൂണീഷ്യയും തമ്മിലാണ് രാവിലെ 7:30-ക്ക് നടക്കുന്ന പോരാട്ടം. ഏഷ്യൻ ശക്തിയായ ജപ്പാൻ എന്ന ആദ്യ ലോകകപ്പ് മത്സരത്തിന് ഇറങ്ങുമ്പോൾ ആവേശത്തിലാണ് അവരുടെ ആരാധകർ. ടെക്സസിലെ വെയിലിലും ആവേശം ചോരാതെ ജാപ്പനീസ് ആരാധകർ ഒത്തുകൂടുന്ന റിപ്പോർട്ടിലേക്കാണ്. ജപ്പാന്റെ നീലയും വെള്ളയും നിറത്തിലുള്ള ജേഴ്സികൾ അണിഞ്ഞെത്തിയ ആരാധകർ ടെക്സസിനെ ഉത്സവ പറമ്പാക്കി. ജാപ്പനീസ് പതാക വീശിയും പരമ്പരാഗത വേഷങ്ങൾ ധരിച്ചും സാമുറായി പാടി നിറഞ്ഞാടി. Show that means win. Absolutely win. Tomorrow, so we're gonna be a Japan team, gonna be win. I hope I'm going to the stadium tomorrow. ജാപ്പനീസ് ടീമിന്റെ ആരാധക കൂട്ടായ്മയായ അൾട്രാസ് നിപ്പൺ ഓഫ് ജപ്പാൻ ഡേ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജാപ്പനീസ് സംഗീതജ്ഞരും ഡിജെകളും പരിപാടിയെ കളറാക്കി. Unfortunately, we have many injured players, right? So, but we can win. I feel like living in Japan right now. We are support to all the Japanese team to be win. നെതർലൻഡ്സ്, സ്വീഡൻ, ട്യൂണീഷ്യ എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് എഫിലാണ് ജപ്പാൻ. ആർലിംഗ്ടണിലെ ഡാളസ് സ്റ്റേഡിയത്തിൽ ഡച്ചുകാർക്കെതിരെയാണ് ജപ്പാന്റെ ആദ്യ പോരാട്ടം. ടീം കളത്തിലിറങ്ങുമ്പോൾ നീലക്കൊടുമുടിയായി ഈ ആരാധകരുണ്ടാവും ഗാലറിയിൽ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഈ ലോകകപ്പ് മത്സരങ്ങൾ തുടങ്ങിയാൽ ഒരുപാട് പ്രവചന സിംഹങ്ങളുടെ വാർത്തകൾ വരാറുണ്ട്. 2010 ലോകകപ്പിലെ മത്സരങ്ങൾ പ്രവചിച്ച പോൾ നീരാളി എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. മനുഷ്യബുദ്ധിയേക്കാൾ കൃത്യത കാണിച്ചു അന്ന് പോൾ. ഇപ്പോൾ ജർമ്മനി മത്സരിക്കാൻ ഇറങ്ങുകയാണ്. ഈ ജർമ്മനിയിലെ ഒരു മൃഗശാലയിലെ ഒരു ആന, ഒരു ഒറാങ്കുട്ടാൻ, അവർ രണ്ടുപേരും ഓരോ പ്രവചനവുമായി ജർമ്മനിയുടെ ആദ്യ മത്സരത്തിൽ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു വയസ്സിന്റെ മുഖഭാവത്തോടെ നീന്തി നടന്ന് പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പോൾ നീരാളിയെ ഫുട്ബോൾ ആരാധകർ മറക്കാനിടയില്ല. 2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിൽ താരങ്ങളെക്കാൾ വലിയ താരമായിരുന്നു അന്ന് പോൾ. മത്സരിക്കുന്ന ടീമുകളുടെ പതാകകൾ പതിപ്പിച്ച 2 പെട്ടികൾ. ഏത് പെട്ടിയിൽ നിന്ന് പോൾ നീരാളി ഭക്ഷണമെടുക്കുന്നോ ആ ടീം ജയിക്കും എന്നതായിരുന്നു പ്രവചനം. യാദൃശ്ചികമായിരിക്കാം, പക്ഷേ അന്ന് ഫൈനലിലെ സ്പെയിനിന്റെ ജയം ഉൾപ്പെടെ പോൾ കീറുകൃത്യമായി പ്രവചിച്ചു. മാസങ്ങൾക്ക് ശേഷം ആ പോൾ നീരാളി ചത്തപ്പോൾ പോലും ലോകം മുഴുവൻ വാർത്തയാക്കി. ജർമ്മനിയിലെ ആ പ്രവചന നീരാളിക്ക് ശേഷം ഇപ്പോൾ ജർമ്മനി തന്നെ അവതരിപ്പിക്കുന്നു 2 പുതിയ പ്രവചനക്കാരെ, താരകും വാൾട്ടറും. കൊളോൺ മൃഗശാലയിലെ താരങ്ങളാണ് 2 പേരും. ഏഷ്യൻ ആനയാണ് താരക്. രാജ്യങ്ങളുടെ കൊടികൾ പതിപ്പിച്ച പന്തുകൾ താരകിന് നൽകും. ഏത് പന്തിൽ ചവിട്ടുന്നുവോ ആ ടീം ജയിക്കുമെന്നാണ് മൃഗശാല അധികൃതർ പറയുന്നത്. ജർമ്മനി കുറസാവ് മത്സരത്തിന്റെ പ്രവചനമാണ് ആദ്യം നോക്കിയത്. കൃത്യമായി ജർമ്മൻ പതാകയുള്ള പന്ത് തന്നെ ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ട് താരകൻ. അടുത്ത പ്രവചനക്കാരൻ വാൾട്ടർ എന്ന ഒറാങ്കുട്ടാനാണ്. വാൾട്ടറിന് ഭക്ഷണം നിറച്ച 2 പെട്ടികളാണ് നൽകുന്നത്. 2 പൊതികളും വാൾട്ടർ എടുത്തെങ്കിലും കുറസാവ് പതാക പതിച്ച പൊതിയിൽ നിന്നാണ് അവൻ ഭക്ഷണം കഴിച്ചത്. രണ്ടുപേരും 2 പ്രവചനങ്ങൾ നടത്തിയ സാഹചര്യത്തിൽ കൊളോൺ മൃഗശാല അധികൃതർ കാത്തിരിപ്പിലാണ്. ആരുടെ പ്രവചനമാകും ശരിയാവുക എന്ന ആകാംക്ഷയിൽ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18.
ഫിഫ ലോകകപ്പിന് ആവേശം പകരം ടെക്സസിലെ ഗാൽവെസ്റ്റൺ തീരത്ത് ഒരു ഓറഞ്ച് അതിഥി എത്തിയിട്ടുണ്ട്. ഡച്ച് ഫുട്ബോൾ ആരാധകരുടെ ജനപ്രിയ ചിഹ്നമായിട്ടുള്ള ഓറഞ്ച് ബസ്സാണ് അമേരിക്കൻ മണ്ണിൽ അവർക്ക് ആ ടീമിനെ പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 22 കൊല്ലമായി ഡച്ച് ടീമിനൊപ്പം എല്ലാ വേൾഡ് കപ്പിലും ആരാധകരുടെ ഈ ഓറഞ്ച് ബസ് കൂടെയുണ്ട്. ഗാൽവെസ്റ്റൺ തുറമുഖത്ത് കപ്പിലിറങ്ങിയപ്പോൾ മുതൽ ഈ ഓറഞ്ച് ഡബിൾ ഡക്കർ ബസ് കാണികളുടെ ശ്രദ്ധാകേന്ദ്രമായി. ഗാൽവെസ്റ്റൺ മേയർ ജോൺ പോൾ ലിസ്റ്റോവ്സ്കിയുടെ സാന്നിധ്യത്തിൽ ഗംഭീര വരവേൽപ്പാണ് ബസിന് ലഭിച്ചത്. This shows how important soccer is to the whole world, and so just the bus coming through Galveston kind of makes our connection with the rest of the world and to FIFA and the World Cup. വരും ദിവസങ്ങളിൽ ഡാലസ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലൂടെ ഈ ബസ് പര്യടനം നടത്തും. ഞായറാഴ്ച ജപ്പാനെതിരായ നെതർലാൻഡ്സിന്റെ ആദ്യ മത്സരത്തിന് മുന്നോടിയായി ആയിരക്കണക്കിന് ആരാധകരെ അണിനിരത്തിയുള്ള ഓറഞ്ച് ഫാൻ വാക്ക് പരേഡിന് ഓറഞ്ച് ബസ് നേതൃത്വം നൽകും. 22 വർഷമായി ഫ്രാൻസ് പീറ്റേഴ്സ് എന്ന ആരാധകനാണ് ഓരോ ലോകകപ്പ് വേദിയിലേക്കും ബസ് ഓടിക്കുന്നത്. ആരാധകർക്ക് സന്തോഷം പകരുന്ന ചലിക്കുന്ന ആഘോഷം എന്നാണ് ബസിനെ അവർ വിശേഷിപ്പിക്കുന്നത്. For us is it a unique trip to go to America because the bus is an English bus. It was very hard to get it here because we have a lot of paperwork for it. But we make a very good trip, we hope. First we go to Dallas, then we come back to this beautiful Houston, and we hope to come there more because when we are going first. ലോകകപ്പ് ഒരിക്കലും ജയിച്ചിട്ടില്ലാത്ത ഏറ്റവും മികച്ച ടീം എന്ന പേരുദോഷം ഇത്തവണ ക്യാപ്റ്റൻ വിർജിൻ വാൻ ഡിക്കിന്റെ നേതൃത്വത്തിൽ മാറ്റിയെഴുതാമെന്ന പ്രതീക്ഷയിലാണ് ഡച്ച് സംഘം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഇനി ഇന്നത്തെ മത്സര ഫലങ്ങളിൽ അത് ഏറ്റവും പ്രധാനം ബ്രസീലിന്റെ മത്സരമായിരുന്നു. ബ്രസീലിന്റെ തുടക്കം അത് ഇറങ്ങിപ്പോയി. ഗ്രൂപ്പ് സിയിൽ ഗ്ലാമർ പോരിൽ മൊറോക്കോ 1-1 ബ്രസീലിനെ സമനിലയിൽ തളച്ചത്. 21-ാം മിനിറ്റിൽ ബ്രസീലിനെ അടിച്ചുകൊണ്ട് ഇസ്മായിൽ സായ്ബരിയിലൂടെ മൊറോക്കോ ലീഡ് നേടുകയും ചെയ്തു. 32-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറാണ് സമനില ഗോൾ നേടിയത്. ആദ്യ പകുതിയിൽ ബ്രസീലിനെ വിറപ്പിച്ചു മൊറോക്കോ. എന്നാൽ രണ്ടാം പകുതിയിൽ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചെത്തി ബ്രസീൽ. പ്രത്യേകിച്ചും വിനീഷ്യസ് ജൂനിയറിൻ്റെ ആ മികച്ച ഗോളിന് ശേഷം ആ രണ്ടാം പകുതിയുടെ തുടക്കം മുതൽ തന്നെ ബ്രസീൽ ലീഡിന് വേണ്ടി ശ്രമിച്ചുവെങ്കിൽ പോലും മൊറോക്കോ അവസരം നൽകിയില്ല. റഫീഞ്ഞയ്ക്ക് നല്ലൊരു അവസരം കിട്ടിയതാണ് 67-ാം മിനിറ്റിൽ, പക്ഷേ അത് പാഴാവുകയും ചെയ്തു. ആദ്യ മത്സരത്തിലെ ടീമിന്റെ പ്രകടനത്തിൽ നിരാശരാണ് ബ്രസീലിയൻ സംഘം. ബ്രസീലിയൻ ആരാധകർ വ്യക്തിഗത മികവല്ല ടീം ഗെയിമാണ് ബ്രസീൽ കാഴ്ചവെക്കേണ്ടതെന്ന് ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ബ്രസീലിന്റെ ആരാധകർ. അതേസമയം കരുത്തരായ ബ്രസീലിനെ പിടിച്ചുകെട്ടിയ മൊറോക്കോയ്ക്ക് അഭിനന്ദന പ്രവാഹമാണ്. മഞ്ഞയും പച്ചയും നിറത്തിൽ ആർത്തു വിളിച്ച് കാത്തുനിന്ന ആരാധകരുടെ മുഖഭാവം പെട്ടെന്നാണ് മാറിമറിഞ്ഞത്. ആവേശം നിരാശയിലേക്ക് വഴിമാറിയ 90 മിനിറ്റുകൾ. ജയമുറപ്പിച്ചിരുന്ന ബ്രസീലിയൻ ആരാധകർക്ക് താങ്ങാനാകാത്ത സമനില കുരുക്ക്. ഫാൻ പാർക്കുകളിൽ തടിച്ചോടിയ ആരാധകർ ആർത്തുല്ലസിച്ചത് 32-ാം മിനിറ്റിലാണ് വിനീഷ്യസിന്റെ മിടുക്കിൽ. ഓരോ മുന്നേറ്റങ്ങൾ ബ്രസീൽ നടത്തുമ്പോഴും അത് പരാജയപ്പെടുമ്പോഴും അവരുടെ മുഖങ്ങളിൽ അത് പ്രകടമായി. ടീമിന്റെ പ്രകടനത്തിൽ വലിയ മാറ്റങ്ങൾ ആവശ്യമാണെന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത്. ടീം ഒരുമിച്ച് കളിക്കുന്നില്ലെന്നും വ്യക്തിഗതമായ കളിയാണ് കാഴ്ചവെക്കുന്നതെന്നും ആരാധകർ. പാസുകൾ കൃത്യമായി നൽകുന്നതിലും ടീം പരാജയപ്പെട്ടു. Eu acho que eles jogarem mais um time completo, porque eu achei que cada um estava jogando por si só, não estava jogando realmente como um time ali. Os jogadores, eles têm que melhorar mais. Tá errando muito passe. Tá errando muito passe mesmo. Vinícius Júnior agora no final errou muito passe, muito. Vai melhorar. നെയ്മർ കളിക്കാനില്ലാത്തതിന്റെ സങ്കടം പങ്കുവച്ചു ചിലർ. Neymar, we love Neymar.
Neymar, we love you, Neymar. We want to see you next game. അതേസമയം വിലപ്പെട്ട പോയിന്റ് നേടിയതിന്റെ സംതൃപ്തിയിലാണ് മൊറോക്കോ ആരാധകർ. മികച്ച തയ്യാറെടുപ്പ് നടത്തിയെന്ന് വ്യക്തമായെന്നാണ് ആരാധകർ പറയുന്നത്. നോക്കൌട്ട് ഘട്ടത്തിലേക്ക് ഈ ടീം യോഗ്യത നേടുമെന്നും അവർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. വിജയത്തിനൊപ്പമുള്ള സമനില ആഘോഷിക്കുകയാണ് മൊറോക്കോക്കാർ. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് 18. 23 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലോകകപ്പിനെത്തിയ സ്കോട്ട്ലൻഡിന് 28-ാം മിനിറ്റിലെ ഗോളിലാണ് മിന്നും ജയം സ്വന്തമായത്. ഹെയ്ത്തിയാണ് ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയത്. ജോൺ മഗ്ഗിനാണ് ഗോൾ സ്കോറർ. വിംഗർ ബെൻ ഗാനൻ നൽകിയ ക്രോസ് ഷേ ആദംസ് പോസ്റ്റിലേക്ക് പായിച്ചുവെങ്കിലും കീപ്പർ തടഞ്ഞു. റീബൗണ്ടായി എത്തിയ പന്താണ് മഗ്ഗിൻ വലയിലാക്കിയത്. 1998 ശേഷം ആദ്യമായി ലോകകപ്പിനെത്തിയ സ്കോട്ടിഷ് പട മത്സരം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ആക്രമണം അഴിച്ചുവിട്ടു. തുടക്കത്തിലെ പ്രതിരോധത്തിന് ശേഷം മത്സരത്തിലേക്ക് തിരിച്ചു വന്ന ഹെയ്ത്തി കൗണ്ടർ അറ്റാക്കുകളിലൂടെ പരീക്ഷിക്കാൻ നോക്കിയെങ്കിലും സ്കോട്ടിഷ് പ്രതിരോധത്തെ മറികടക്കാൻ കഴിഞ്ഞില്ല. 52 വർഷത്തിന് ശേഷമാണ് ഹെയ്ത്തി ലോകകപ്പ് കളിച്ചത്. ജയത്തോടെ ബ്രസീൽ ഉൾപ്പെട്ട ഗ്രൂപ്പ് സിയിൽ 3 പോയിന്റുമായി സ്കോട്ട്ലൻഡ് ഒന്നാമതായി. ഇനി ലോകകപ്പിൽ തുർക്കി എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു ഓസ്ട്രേലിയ. വാൻകൂവറിൽ നടന്ന മത്സരത്തിൽ കൗണ്ടർ അറ്റാക്കിലെ മികവിലാണ് ഈ കങ്കാരുപ്പടയുടെ ജയം. ആദ്യ പകുതിയിൽ നെസ്റ്ററി റൺകുണ്ട നേടിയ ഗോളിലൂടെ മുന്നിലെത്തിയ ഓസ്ട്രേലിയ രണ്ടാം പകുതിയിൽ മെറ്റ്കാഫിന്റെ ഗോളിലൂടെ വിജയം ഉറപ്പാക്കി. 27-ാം മിനിറ്റിലും 75-ാം മിനിറ്റിലുമായിരുന്നു ആ ഗോളുകൾ. തുർക്കി നിരവധി ആക്രമണങ്ങൾ നടത്തി, പക്ഷേ ഓസീസ് പ്രതിരോധ മികവാണ് മത്സരത്തിൽ നിർണായകമായത്. കൂടുതൽ ലോകവിശേഷങ്ങളിലേക്ക് വാർത്തകളിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഫുട്ബോളും തുടരുകയാണ്. ലോകകപ്പിൽ ഇത്തവണ പുത്തൻ താരോദയങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് മുൻ രാജ്യാന്തര താരമായ എം സുരേഷ് അഭിപ്രായപ്പെടുന്നത്. ഏഷ്യയിൽ നിന്നുള്ള ഒരു ടീം ഇത്തവണ സെമി ഫൈനലിൽ കളിക്കാൻ സാധ്യതയുണ്ടെന്നും സുരേഷ് പറയുന്നു. ഇന്ത്യൻ ടീമിൽ 7 വർഷത്തോളം തുടർച്ചയായി പ്രതിരോധ നിരയിലെ കോട്ടയായിരുന്നു എം സുരേഷ്. ഫുട്ബോൾ ആവേശത്തിലാണ് ലോകമെങ്ങും. നമ്മോടൊപ്പം ദേശീയ താരമായ എം സുരേഷാണ് ചേരുന്നത്. തൃക്കരിപ്പൂർ സ്വദേശിയാണ്. നമുക്കറിയാം തൃക്കരിപ്പൂർ എന്നത് ഫുട്ബോളിൻ്റെ ഈറ്റില്ലമാണ്. അവിടെ നിന്നും ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത സുരേഷാണ് ഇപ്പോൾ ചേരുന്നത്. ഒരു ലോകകപ്പ് കൂടി വരികയാണ്. ഇത്തവണ ഒരു പ്രത്യേകത, അതായത് പ്രഗത്ഭരായ കളിക്കാരൊക്കെ ഒരു പക്ഷേ ഇനി നമുക്ക് അവരെ കാണാൻ കഴിയില്ല. നെയ്മർ ആയാലും അതുപോലെയുള്ള മെസ്സി ആയാലും റൊണാൾഡോ ആയാലും. എങ്ങനെയാണ് ഈ ലോകകപ്പ് ഫുട്ബോളിനെ കാണുന്നത്? എന്തായാലും ഭയങ്കര ആവശ്യത്തിൽ തന്നെയാണ്. ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു ഫുട്ബോൾ മാമാങ്കമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം അതിലിപ്പം നെയ്മർ, മെസ്സി, റൊണാൾഡോ ചിലപ്പോൾ അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാവില്ല. അല്ല, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. എന്നാലും നമ്മളിപ്പം സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുന്നത് ഈ 3 പേരാണ്. അപ്പോൾ അവരെ കാണാനുള്ള അവസാനത്തെ ഒരു ചാൻസാണ്. അവർ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന അവസാനത്തെ മാച്ചുകളായിരിക്കും. ഈ ആരെയാണ് വ്യക്തിപരമായി അംഗീകരിക്കുക, അല്ലെങ്കിൽ ആര് ഇത്തവണ കിരീടം നേടണമെന്നാണ് വ്യക്തിപരമായി അങ്ങ് ആഗ്രഹിക്കുന്നത്? ഞാൻ അർജന്റീന ഫാനാണ്. മെസ്സി ഒരിക്കൽ കൂടി നടന്നു തന്നെയാണ് ആഗ്രഹം. പിന്നെ റൊണാൾഡോയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ചിലപ്പം റൊണാൾഡോയ്ക്ക് കിട്ടിയ സന്തോഷമായിരിക്കും. കാരണം അവസാനത്തെ വേൾഡ് കപ്പാണ്. റൊണാൾഡോ എല്ലാം നേടി. എന്നാലും എൻ്റെ ഇഷ്ട ടീം അർജന്റീനയാണ്. മെസ്സി ഒരിക്കൽ കൂടി ട്രോഫി അടിക്കണം തന്നെയാണ് ആഗ്രഹം. പൊതുവെ ഒരു ഫോം ഈ കളിക്കാരെ, അതായത് പ്രത്യേകിച്ച് നെയ്മർ ആയാലും മെസ്സി ആയാലും അവരുടെ ഒരു ഫോം എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണ്? ഇല്ല, ഇപ്പോൾ എല്ലാവരും നല്ല ഫോമിൽ തന്നെയാണ്. നെയ്മർ കുറച്ച് പരിക്കിലാണ്, പക്ഷെ മെസ്സി നന്നായിട്ട് കളിക്കുന്നുണ്ട്. റൊണാൾഡോ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം എല്ലാ വേൾഡ് കപ്പും ഖത്തറിൽ പോയി കണ്ടതാണ്, അർജന്റീനയുടെ ഏകദേശം മാച്ചൊക്കെ. കാരണം കളി ഇപ്പം പുതിയ ടീം ഒരുപാട് വന്നിട്ടുണ്ട്, പുതിയ കളിക്കാർ വന്നിട്ടുണ്ട്. ചിലപ്പോൾ പുതിയൊരു താരോദയം ചിലപ്പോൾ ഈ വർഷം വരാം ലോകത്തിന് മുമ്പിൽ. എന്തായാലും എൻ്റെ ഒരു ആഗ്രഹം അർജന്റീന ഒരിക്കൽ കൂടി കപ്പടിക്കണം. ഒരു പിന്മുറക്കാർ ഉണ്ടാകും, അല്ലെങ്കിൽ മെസ്സി ഇവരൊക്കെ ഒരു മുൻനിര അവർ മാറിയാൽ പുതിയ ആളുകൾ ലോകകപ്പ് ഫുട്ബോൾ ഉണ്ടാവും. അത് പുതിയ ആവേശമായി ഈ തവണ ഉണ്ടാവുന്നത് തന്നെയാണോ? ഉണ്ട്. പല രാജ്യത്തിനും നല്ല നല്ല കളിക്കാരുണ്ട്. ഇപ്പോൾ യങ് വരുന്ന പ്ലേയേഴ്സ് ഉണ്ട്, ഒരുപാട് യുവതലമുറ ഉണ്ട്. എനിക്കൊന്ന് ഏഷ്യയിൽ നിന്നൊരു ടീം ചിലപ്പം ഫൈനലിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. ജപ്പാൻ നല്ല ടീമാണ്. പിന്നെ നമുക്കൊരു എന്താ പറയുക, കേരളക്കാർക്ക് അഭിമാനിക്കുന്നൊരിത്, നമ്മളെ കണ്ണൂക്കാരൻ വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട് ഖത്തറിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് വലിയൊരു അഭിമാന നിമിഷമാണ് നമുക്ക് എല്ലാവർക്കും. എങ്ങനെയാണ് ഇത്തവണ കളി കാണാനായിട്ട് നേരിട്ട് പോയി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഇല്ല, ഇപ്രാവശ്യം ഇല്ല. കഴിഞ്ഞ വർഷം എന്തായാലും 1.5 മാസം ഖത്തറിലുണ്ടായിരുന്നു. ഇപ്രാവശ്യം പോകുന്നില്ല. ഇപ്രാവശ്യം വീട്ടിലെ ടി വിയിൽ ഇരുന്ന് കാണാമെന്ന് വിചാരിക്കുന്നു.
നമ്മൾ ഈ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ക്രിക്കറ്റ് ആയിക്കോട്ടെ മറ്റെല്ലാ കായിക ഇനത്തിലും വലിയ തോതിൽ മുൻപന്തിയിലേൽക്കുന്നു. പക്ഷേ ഇപ്പോഴും ഫുട്ബോളിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യം, അതെങ്ങനെയാണ് ഒരു ഫുട്ബോൾ പ്രേമി അല്ലെങ്കിൽ ഇത്രയും ദേശീയ തലത്തിൽ കളിക്കുന്ന ഒരാളെന്ന നിലയിൽ അങ്ങനെ കാണുന്നു? ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 16-17 വയസ്സൊക്കെ ഇന്ത്യൻ ടീമും മറ്റുള്ള ടീമൊക്കെ നല്ല കോമ്പറ്റീഷൻ ചെയ്യുന്നതാണ്. അതിനുശേഷമാണ് നമുക്കൊരു ഇതില്ലാത്തത്. നമ്മൾ ഭരണവർഷവും അത് നമ്മളെ ഗവൺമെൻറ്റൊക്കെ വിചാരിച്ചാൽ നടക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. കാരണം ഇന്ത്യ ഇത്രയും ജനസംഖ്യ ഇതൊക്കെയുള്ള രാജ്യമാണ്, ഒരുപാട് സ്പോർട്സിന് ഒരുപാട് ഇത് കിട്ടുന്ന രാജ്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് വിചാരിച്ചാൽ നടക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെ കുട്ടികളെ ചെറുപ്പത്തിലെ നല്ലൊരു അക്കാഡമിയിൽ അല്ലെങ്കിൽ നല്ല കോച്ചസിനെ കൊണ്ടുവരാൻ ചെറുപ്പത്തിലെ ഗ്രാസ് റൂട്ട് ലെവലിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ നന്നായിട്ട് നടക്കും. ഏകദേശം നമ്മളതിന് ഇത്ര കാത്തിരിക്കേണ്ടി വരും? ഇല്ല, അത് നടത്താൻ പറ്റുന്നേ ഉള്ളൂ. എത്രയും പോലും ചിലപ്പോൾ അടുത്തതിൻ്റെ അതിൻ്റെ അപ്പുറത്തെ വേൾഡ് കപ്പ്. കാരണം നമ്മൾ ആദ്യം ഏഷ്യയിലെ ഒരു സ്ഥാനത്ത് എത്തണം. നമ്മൾ വേൾഡ് കപ്പ് കളിക്കുന്ന മുമ്പ് നമ്മൾ ഏഷ്യൻ ചാമ്പ്യന്മാരോ അല്ലെങ്കിൽ ഏഷ്യയിലെ 4-ലോ ഒരു 5-ലും കത്തിയാലേ നമുക്ക് വേൾഡ് കപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഫസ്റ്റ് ആദ്യം എത്തേണ്ടത് നമ്മൾ ഏഷ്യയിലെ ഒരു നല്ല സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി പ്രയത്നിക്കുകയാണ്. ഇപ്പോൾ സുരേഷിൻ്റെ കാര്യത്തിൽ വന്നാൽ ഇപ്പോൾ ഏതായിരുന്നു അവസാനം നടന്ന മാച്ച്, എങ്ങനെയായിരുന്നു? ഞാൻ അവസാനം നടന്ന സാഫ് കപ്പാണ് ചാമ്പ്യന്മാരായി. ഇപ്പോൾ ഒന്ന് പാകിസ്ഥാനിൽ വെച്ചിട്ടാണ്. പിന്നെ കളിച്ചിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഒരുപാട് കളിച്ചു. ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിച്ചു. കളി നിർത്തി, ഇഞ്ചുറി ആയിരുന്നു. ഇഞ്ചുറിക്ക് ശേഷം പിന്നെ കളിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, ഈ കളി പുലർച്ചെ നമുക്ക് ഇന്ത്യൻ സമയം നോക്കിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള സമയമാണ്. പക്ഷേ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ ഒരു അവസരമാണ് ഇത്തവണ. കാരണം ഇത്രയും വലിയ കളിക്കാരെ ഒരു പക്ഷേ നമുക്കിനി അടുത്ത ലോകകപ്പിന് കാണാൻ പറ്റില്ല എന്നാണ്. എന്താണ് കായിക, പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികളോട് അങ്ങ് ഇതിൽ പറയാനുള്ളത്? ഈ കളി മിസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നഷ്ടമുണ്ട്? അല്ല, ഈ കളി ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ ഇത് അല്ല 4 വർഷത്തിൽ ഒരിക്കലും നടക്കുന്നതാണ്. വേൾഡ് മാമ്പഴങ്ങാണ്. സ്പോർട്സിൽ ഏറ്റവും വലിയൊരു ഇതാണ്, ഇവൻ്റാണ് ഈ ലോകകപ്പ് ഫുട്ബോൾ എന്ന് വെച്ചാൽ. അതിലൊരുപാട് കളിക്കാരില്ല, ഇനി അടുത്ത വേൾഡ് കപ്പിന് ഉണ്ടാവില്ല. അവർക്ക് രാജ്യത്ത് വേണ്ടി കളിക്കുന്ന അവസാനത്തെ ടൂർണമെൻറ്റാണ്. അപ്പോൾ എല്ലാവരും അത് ഉറക്കം കഴിഞ്ഞിട്ട് നമ്മൾ മലയാളീസ് എന്തായാലും എല്ലാവരും കാണും, ലോകത്തെല്ലാവരും കളി കാണും. പക്ഷേ മലയാളീസിന് ഇതൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ഏത് സമയത്ത് കളി വെച്ചാലും. കാരണം ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സ് ഉള്ളത് അർജന്റീനക്കും ബ്രസീലിനാണ്. കാരണം അവർ കോപ്പ അമേരിക്കൊക്കെ നടക്കുന്നത് ഇതേ സമയത്താണ്, എല്ലാവരും കാണുന്നതാണ്. അങ്ങനെ ഈ വരുമ്പോൾ ഫുട്ബോളിലൊന്ന് ശ്രദ്ധിച്ചു, ഇതിലൊരു ഒപ്പ് വേണ്ട. അങ്ങ് അർജന്റീനയോട് വലിയ കട്ട ഫാനാണെന്ന് പറഞ്ഞു. എന്താണ് ഈ ഒരു ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ബ്രസീൽ ലെജൻഡായിട്ട് ചെന്നൈയിലൊരു മാച്ച് ഉണ്ടായിരുന്നു. ഞാൻ അയ്യം ജാട്ടൻ പ്രദീപൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സൈൻ ചെയ്ത് തന്ന ബോളാണ്. റിവാൾഡോയും ഇവരൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർ ബ്രസീൽ ടീം തന്നതാണ്. അപ്പോൾ അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചു വീട്ടിൽ. ഓക്കെ, എന്തായാലും ഇത്തവണ കളി വലിയ ആവേശത്തിലായിരിക്കും. അതെല്ലാവരും മിസ് ചെയ്യരുത്, അങ്ങനെ കാണണം എന്ന് തന്നെയാണ് അങ്ങേക്ക് പറയാനുള്ളത്. അതത്രേ ഉള്ളൂ. കാരണം ഇത് ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്പോർട്സ് ഇവൻ്റാണ് ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ. അതെന്തായാലും എല്ലാവരും കാണണം, മിസ് ചെയ്യാൻ പാടില്ല ശരിക്കും. കാരണം റൊണാൾഡോൻ്റെയും മെസ്സിൻ്റെയും നെയ്മറൊന്നും കളിച്ചാൽ പിന്നെ അടുത്ത വേൾഡ് കപ്പിന് നമുക്ക് കാണാൻ പറ്റില്ല. ക്ലബിന് കളിക്കുമായിരിക്കും, എന്നാലും ഇത്രയും വലിയൊരു മാമാങ്കം നമുക്ക് കാണാൻ പറ്റില്ല. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും അവരവരുടെ ടീമുണ്ടാവും, എല്ലാവരും അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. ആരാണ് ഫൈനൽ അടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഫുട്ബോളാണ്. എന്നാലും എൻ്റെ സ്വന്തം ടീം അർജന്റീനയാണ്. അർജന്റീന ജയിക്കണം തന്നെ ആഗ്രഹം. എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ അർജന്റീന ജയിക്കണം എന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹം. ഈ കളി ഒരു തരത്തിലും മിസ് ചെയ്യരുത്. കാരണം ഒരു പക്ഷേ ഇനി ഇത്രയും വലിയ ഇതിഹാസങ്ങളെ നമുക്കിനി ഈ അടുത്ത ലോകകപ്പിൽ കാണാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ആരും മിസ് ചെയ്യരുതെന്ന് തന്നെയാണ് അദ്ദേഹത്തിന് കായിക പ്രേമികളോട് പറയാനുമുള്ളത്. തൃക്കരിപ്പൂരിൽ നിന്നും KV ബൈജു, ന്യൂസ് 18. ഫുട്ബോൾ ആവേശമുയർത്തി ബൈക്ക് റാലിയും ടൂർണമെന്റും ഒക്കെ സംഘടിപ്പിച്ചു. തലസ്ഥാനത്ത് ശംഖുമുഖത്തെ ഫുട്ബോൾ പ്രേമികളാണ് നഗരത്തിൽ റാലി നടത്തിയത്. റാലിക്ക് ശേഷം ടീമുകളുടെ ജേഴ്സി അണിഞ്ഞുള്ള ടൂർണമെന്റ് നടന്നു. ലോക ഫുട്ബോളിന്റെ ആവേശം എല്ലായിടത്തുമുണ്ട്. തിരുവനന്തപുരത്ത് ശംഖുമുഖത്തെ ഒരു കൂട്ടം ഫുട്ബോൾ പ്രേമികൾ ബൈക്ക് റാലിയുമായാണ് ഇവിടെ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഫുട്ബോൾ ആവേശം തന്നെയാണ്. എല്ലാ ടീമിന്റെ ആരാധകരുമുണ്ട്. അർജന്റീനയുടെയും ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ഇംഗ്ലണ്ടിന്റെയും ഒക്കെ മൊറാക്കോയുടെയും ഒക്കെ. മൊറാക്കോ ഇപ്പോൾ ഒരു സെൻസേഷനായി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ആരാധകരും ഒക്കെ ഉണ്ട്. ഏതായാലും എന്താണ് എത്രത്തോളം ആവേശമായി കഴിഞ്ഞു വേൾഡ് കപ്പ്? വേൾഡ് കപ്പ് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ പല ഫാൻസുകാരുണ്ടെങ്കിലും ഒരുമയോടെയാണ് സംസാരിക്കുന്നതും ആരോഗ്യപരമായിട്ടുള്ള ചർച്ച ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറയുകയും ഞങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റും നടത്തുന്നില്ല. കാരണം എല്ലാ ടീമും യോഗ്യരാണ്. വേൾഡ് കപ്പിൽ വരുന്ന എല്ലാ ടീമും യോഗ്യരാണ്. ഞങ്ങൾ അതിനോടൊപ്പം തന്നെ ഫുട്ബോളിനെയും സ്പോർട്സിനെയും കാണുന്നത് ഒരു മയക്കുമരുന്നിന് എതിരെയുള്ള ഒരു പ്രചോദനമായിട്ടാണ് എല്ലാ സ്പോർട്സിനെയും ഞങ്ങൾ കാണുന്നത്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു മതസൗഹാർദ്ദവും മയക്കുമരുന്നിനെതിരെ നിൽക്കുന്ന ഒരു സംഭവം ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യമാണ്. അർജന്റീന കപ്പടിക്കുമോ? അല്ല, കപ്പടിക്കാൻ ഈ പ്രാവശ്യം സാധ്യത കുറവാണ്. അല്ല അതുകൊണ്ടല്ല, ടീം നമ്മൾ ഒരു ക്വാർട്ടറൊക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രവചിക്കാൻ പറ്റൂ. കാര്യം ഇന്നലത്തെ കളി തന്നെ നമ്മളെ മൊറോക്കയും ബ്രസീലിൻ്റെയും കളി നമുക്ക് മനസ്സിലായില്ല എങ്ങനെയൊക്കെ പോകും. അതുകൊണ്ട്
ഞാനൊരു അർജന്റീന ഫാൻസ് ആണെങ്കിൽ പോലും ജയിക്കുന്ന ടീമിനാണ് യോഗ്യതയുള്ളത് എന്ന് വിശ്വസിക്കുന്നതാണ്. എങ്ങനെയാണ് ഏതായാലും ബ്രസീലിന്റെയും ക്രിസ്ത്യാനോയുടെ ആണോ പോർച്ചുഗലിന്റെ ഒക്കെ ഒരേ വണ്ടിയിൽ തന്നെ അതാണോ ബന്ധുക്കളല്ലോ ആണോ? ബന്ധുവായിട്ട് വരും. മകനാണ്. അപ്പോൾ എങ്ങനെ വീട്ടിൽ തർക്കമല്ലോ ഉണ്ടോ? ഒരു തർക്കവുമില്ല. ഞങ്ങൾ വളരെ ആവേശകരമായിട്ട് തന്നെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് നിരാശയാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് നിരാശയും ഇല്ല. ഇന്നലെ നമ്മൾ ചെറിയൊരു പ്രാക്ടീസ് മാച്ചായിട്ട് ബ്രസീൽ കരുതിയിട്ടുള്ളൂ. അതുകൊണ്ട് ബ്രസീൽ മനസ്സിലാകാത്തതാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ, നിങ്ങൾക്ക് കളി കാണുമ്പോൾ മനസ്സിലാകും. ആദ്യത്തെ 12 മിനിറ്റ് വളരെ ഗംഭീരമായിട്ട് മൊറോക്കോ കളിച്ചെങ്കിലും അതിനുശേഷം തിരിച്ച് ഗോൾ അടിച്ചതിന് ശേഷം വളരെ മനോഹരമായിട്ട് തന്നെ 2-3 അറ്റംപ്റ്റ് ബ്രസീലിന് കിട്ടിയെങ്കിലും അത് നമുക്ക് ഗോളാക്കാൻ സാധിച്ചില്ല. എന്നാലും സമനിലയിൽ പിരിഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷം. റൊണാൾഡോ ബുധനാഴ്ച ഇറങ്ങും അല്ലേ? എങ്ങനെ ഉണ്ടാവും? ടീം എങ്ങനെയുണ്ട്? ടീം കൊള്ളാം, വലിയ ടീമാണ്. മിഡ്ഫീൽഡൊക്കെ നല്ല വലിയ മിഡ്ഫീൽഡാണ്. റൊണാൾഡോ മാത്രമല്ല കളിക്കും, ജയിക്കും, കപ്പടിക്കും. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട? റൊണാൾഡോ എല്ലാ പ്രതീക്ഷിക്കാനുണ്ട്. റാഫേലിയോ ഉണ്ട്, ജാവോ ഫെലിക്സ് ഉണ്ട്, പിന്നെ വിത്തീനെ എന്ന് പറഞ്ഞ മിഡ്ഫീൽഡിൽ ഒരു പ്ലെയർ ഉണ്ട്. അവരെ നല്ല കളിയാണ്. പോർച്ചുഗലിന്റെ ആരാധകരും ഒക്കെ നിങ്ങൾ എങ്ങനെയുണ്ട്? അർജന്റീന ആരാധനാണ്. നമുക്കിപ്പോൾ ഫ്രാൻസ് ജേഴ്സി ഇട്ടുണ്ട്, ഫ്രാൻസിൽ ആരാധിച്ച് പറ്റുള്ളൂ ആൾക്കാർ ഫീൽഡിലെ. പക്ഷേ ഞങ്ങളിത് നടത്തുന്ന പ്ലേ മോർണിംഗ് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 8 പേര് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. ഇന്ന് 60ഓളം പ്ലെയേഴ്സാണ് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞങ്ങളുടെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഡ്രഗ്സിനെതിരെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഗ്രൂപ്പ് ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ മാച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള റാലി കഴിഞ്ഞിട്ട് മാച്ച് ഉണ്ടല്ലേ അവിടെ? ഏതൊക്കെ ടീമാണ് കളിക്കുന്നത്? റാലി കഴിഞ്ഞിട്ട് ഫസ്റ്റ് കളിയുണ്ട് അർജന്റീന ബ്രസീലാണ്, രണ്ടാമത് ഫ്രാൻസ് പോർച്ചുഗൽ, പിന്നെ ലീഗാണ്. ആ ഇതോടെ തന്നെയാണ് നമ്മൾ കളിക്കുന്നത്. ലീഗാണ് മാച്ച് കളിക്കുന്നത്. ബ്രസീലിന്റെ പ്രതീക്ഷ എങ്ങനെയുണ്ട്? ബ്രസീൽ ജയിക്കും. എന്താ പറയാ, ഞാനൊരു ബ്രസീൽ ഫാനാണ്. ബ്രസീൽ ജയിക്കും ഈ പ്രാവശ്യം. ഇന്നത്തെ കളി കാര്യമാക്കണ്ട, ബ്രസീൽ ജയിച്ചിരിക്കും. കാര്യമാക്കണ്ട, ആദ്യത്തെ മാച്ചല്ലേ. എങ്ങനെയുണ്ട്? ബ്രസീൽ ജയിക്കുമോ? ബ്രസീൽ ജയിക്കുമോ? ഞങ്ങൾ സത്യത്തിൽ ഡ്രഗ്സിനെതിരായിട്ടാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് ഡ്രഗ്സിനേക്കാൾ ഏറ്റവും വലിയ ലഹരി ഞങ്ങളുടെ ഫുട്ബോളാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് അതിനുവേണ്ടിയുള്ള വലിയൊരു തയ്യാറെടുപ്പിലാണ്. ഇനി വരുന്ന പുതിയ ജനറേഷനും ഇതിനുവേണ്ടി മുൻകരുതലെടുക്കുക, ഞങ്ങളോടൊപ്പം കൂടുക, എൻജോയ് ചെയ്യുക. അതുതന്നെയാണ് ഒരു സന്ദേശം കൂടി ഉൾക്കൊണ്ടാണ് ഇവരുടെ ഈ റാലിയും ഈ ഫുട്ബോളിനോടുള്ള കമ്പവും ഒക്കെ. എങ്ങനെയുണ്ട് ഇതുവരെയുള്ള മത്സരങ്ങളൊക്കെ? പ്രതീക്ഷ നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ടോ? നിലവാരം കുഴപ്പമില്ല. പിന്നെ ഇനി അടുത്ത നോക്കൗട്ട് കഴിയുന്ന സമയത്ത് കളിയുടെ ആ രീതിയിൽ മാറുകയുള്ളൂ. എല്ലാ ടീമുകളും നല്ലതാണ് കളി. പിന്നെ ഡ്രഗ്സിനെതിരെയാണ് ഈ സന്ദേശം കൊടുക്കുന്നത്. അതെ, എല്ലാവരുടെയും ആയതുകൊള്ളാലോ. എല്ലാവരുടെയും ജേഴ്സിയാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമുണ്ട്. ഫുട്ബോളാണ്. അതെ, ഫുട്ബോൾ ജയിക്കണം. ഇപ്പോൾ കോച്ചാണ്. ഫുട്ബോൾ ജയിക്കണം. നമ്മുടെ ഫുട്ബോളാണ് ഇന്നത്തെ തലമുറ. ലഹരിക്ക് അടിമയാകാതെ ഫുട്ബോളിൽ കൂടെ പിള്ളേർ വളർന്നു വളരണം. അതാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ കോച്ച് നടത്തുമ്പോഴും അവരെ മദ്യം വയ്ക്കാത്ത പിള്ളേരെ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇതൊന്നും ഉപയോഗിക്കരുതെന്ന് ആദ്യമേ പറഞ്ഞു കൊടുക്കും. അതുതന്നെയാണ് ഈ ഫുട്ബോൾ അങ്ങനെ ഒരു കാര്യം കൂടിയാണ്. അതായത് ലഹരിയിലേക്ക് യുവതലമുറ പോകരുത്, ഫുട്ബോൾ തന്നെ ലഹരിയായി എടുത്ത് മുന്നോട്ട് പോകണം. ആ ഒരു സന്ദേശമാണ്, ഒരു പരിശീലനം കൂടിയായ അദ്ദേഹം നൽകി. ഏതായാലും ഇവിടെ റാലി തുടരുകയാണ്. ഇവർ നഗരപ്രദക്ഷിണം നടത്തും. അതിനുശേഷം ടീമുകളുടെ ജേഴ്സിയിൽ തന്നെ മത്സരങ്ങളും ഒരു ടൂർണമെൻറ്റും ഇന്ന് ശംഖുമുഖം കടപ്പുറത്ത് നടത്തും. സ്ഥിരമായി ഫുട്ബോൾ കളിക്കുന്ന, എല്ലാ ദിവസവും രാവിലെ ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ്. പല പ്രായത്തിലുള്ള ആളുകളുണ്ട്. അവരുടെ ഒരു ഫുട്ബോൾ ആവേശമുയർത്തിയുള്ള റാലിയാണ് കടന്നു പോകുന്നത്. അരുൺ എമ്മിനൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് പറളിയിൽ ഫ്ലെക്സ് ബോർഡിന്റെ യുദ്ധം തന്നെയുണ്ട്. പഴയ പോസ്റ്റിന് സമീപം പോർച്ചുഗൽ ആരാധകർ 200 അടി നീളത്തിൽ ഒരു ഫ്ലെക്സ് വെച്ചു. അപ്പോൾ അതിന് മറുപടിയായി കടവത്ത് 230 അടിയുള്ള ഫ്ലെക്സാണ് അർജന്റീന സ്ഥാപിച്ചത്. ബ്രസീലിന്റെ ഫ്ലെക്സ് ഉടൻ വരുന്നുണ്ട് എന്നാണ് അവരുടെ അവകാശവാദം. എന്താണ്, 2 എതിരാളികളെയും തൂക്കുമെന്നാണ് ബ്രസീൽ ആരാധകർ പറയുന്നത്. കാത്തിരിക്കാം ആ ഫ്ലെക്സിനായി. ഫുട്ബോൾ ആവേശത്തിലാണ് ലോകം. പോലീസിനും തലയിൽ ഫുട്ബോൾ ജ്വരം കയറിയാലോ? പെറുവിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. ലഹരി കച്ചവടക്കാരെ പിടിക്കാൻ ലോകകപ്പിന്റെ ഭാഗ്യജനങ്ങളുടെ വേഷമിട്ട് പോയ പോലീസുകാരൊക്കെ.
മേപ്പിൾ, സായു, ക്ലച്ച് ഇവരാണ് ഈ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ അഥവാ മാസ്കറ്റ്സ്. മാൻവർഗത്തിൽപ്പെട്ട കാനഡക്കാരനാണ് മേപ്പിൾ. മെക്സിക്കൻ ചീറ്റപ്പുലിക്കുട്ടനാണ് സായു. അമേരിക്കൻ പരുന്ത് ക്ലച്ചും. 3 ആതിഥേയ രാജ്യങ്ങളിൽ നിന്നും ഓരോ മാസ്കറ്റ് വീതം. ലോകകപ്പ് ആവേശം തുടങ്ങിയതിനാൽ ആ ആവേശത്തിനൊപ്പം ചേർന്നൊരു പോലീസിനെ കാണാം. പെറുവിലെ പോലീസാണ്. ഒരു ലഹരി കച്ചവടക്കാരന്റെ വീട്ടിൽ റെയ്ഡിന് പോയതാണ്. പക്ഷെ എല്ലാത്തിനും ഒരു ലോകകപ്പ് ടച്ച്. മേപ്പിളും സായുവും ക്ലച്ചും ഒക്കെയായി ഇരച്ചു കയറി പെറു പോലീസ്. ഇതെന്ത് ഫാൻസി ഡ്രസ് നമ്പർന്ന് കാണും ആ ക്രിമിനലുകൾ. എന്തായാലും റെയ്ഡ് മോശമായില്ല. കൊക്കൈനും അനധികൃത പിസ്റ്റളും ഒക്കെ റെയ്ഡിൽ പൊക്കി. ഒൻപത് വർഷത്തോളം ലഹരി കേസിൽ അകത്ത് കിടന്നയാളാണ് പ്രതി. പോലീസുകാരൻ പറയുന്നതാണ് രസകരം. ഈ പ്രതിയാളൊരു കടുത്ത ഫുട്ബോൾ പ്രേമിയാണ്. എന്നാൽ പിന്നെ ഫുട്ബോൾ വേഷത്തിലാകട്ടെ റെയ്ഡും തീരുമാനിച്ചു. Nos pudimos dar cuenta que esta persona que íbamos a intervenir era un aficionado férrimo al fútbol, ¿no? Y estaba viviendo la fiebre del mundial, ¿no? Es así que procedimos a mimetizar mi personal terna. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഇപ്പോൾ ലോക വാർത്താ വിശേഷങ്ങളുമായി ഫുട്ബോളം വീണ്ടും നാളെ കാണാം രാവിലെ 7:40. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.